പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, ആർമണ്ടച്ചനെ പറ്റിയുള്ള അനുഭവങ്ങളോ വ്യക്തിപരമായത് എനിക്ക് അധികം പറയാനില്ല. കാരണം ഒരു വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്ന ആർമണ്ടച്ചന്റെ സപ്തതി ഇവിടെ വെച്ച് ആഘോഷിച്ചപ്പോൾ അന്ന് ഞാൻ അവതാരപാലകനായിരുന്നു. 8-ലോ 9-ലൊക്കെ പഠിക്കുന്ന സമയം. അന്ന് ധൂപ് കിട്ടിയ ആട്ടാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതല്ലാതെ ആർമണ്ടച്ചനെ പറ്റിയുള്ള വലിയ ഓർമ്മകൾ എനിക്കില്ല, എങ്കിലും വീട്ടിൽ വന്ന് ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആർമണ്ടച്ചൻ ഒരു വിശുദ്ധനാണെന്നുള്ള അറിവ് അത് തുടക്കം മുതലേ എല്ലാവരുടെയും ഉള്ളിലുള്ളതുപോലെ എൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് ആർമണ്ടച്ചൻ ദേവദാസ പദ്ധതിയിലായിരിക്കുമ്പോൾ ഒരു വിശുദ്ധന്റെ കുടുംബത്തിലാണ്, ഒരു വിശുദ്ധന്റെ കുടുംബത്തിലാണ് ഞാനും റിലേറ്റഡ് ആയിരിക്കുന്നു പറയാൻ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഒത്തിരി ആനന്ദമാണ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വിശുദ്ധി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. വിശുദ്ധിയിൽ ജീവിക്കുമ്പോഴാണ് ദൈവം ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഈ ഭൂമിയിലേക്ക് നമ്മളെല്ലാവരും അയച്ചത്, അത് കുടുംബജീവിതത്തിലാകട്ടെ സമർപ്പ ജീവിതത്തിലാകട്ടെ, അതിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ ഫലങ്ങൾ കൂടി ജീവിക്കുന്നത് വിശുദ്ധി ജീവിക്കുമ്പോഴാണ്. നമ്മൾ എത്രമാത്രം വിശുദ്ധിയിൽ നിന്ന് അകത്ത് ജീവിക്കുമോ അത്രയേറെ കുറച്ച് ഫലങ്ങളെ നമ്മൾ പുറപ്പെടുവിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ച ആർമണ്ടച്ചൻ്റെ ഒരു വലിയ മാതൃക നമ്മുടെ മുൻപിലുണ്ട്. നമുക്കറിയാം, കേരള സഭയിൽ ഒത്തിരിയേറെ വിശുദ്ധരുണ്ട്. അൽഫോൻസാമയും ചാവറയച്ചനെയും കുഞ്ഞച്ചനെയൊക്കെ നമ്മൾ ഒത്തിരി തീക്ഷ്ണതയോടെ നമ്മൾ അവരുടെ മാധ്യസ്ഥം തേടും. അതിനേക്കാളൊക്കെ തീക്ഷ്ണതയോടെ നമുക്ക് ഒരു വിശുദ്ധന്റെ മാധ്യസ്ഥം തേടാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ആർമണ്ടച്ചൻ നമ്മുടെ കുടുംബത്തിലുണ്ട്. തീർച്ചയായിട്ടും സെമിനാരി കാലം മുതൽ വൈദികനായിട്ട് ഇന്ന് 10 കൊല്ലം ആയി. ഈ കാലഘട്ടത്തിലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട വിശുദ്ധരോടൊപ്പം ആർമണ്ടച്ചൻ്റെ മധ്യസ്ഥവും ഞാൻ തേടാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നമായിക്കോട്ടെ, നമ്മുടെ ആവശ്യങ്ങളായിക്കോട്ടെ, ആ ദൈവത്തിന് മുമ്പിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആർമണ്ടച്ചൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. കാരണം അത് നമ്മുടെ പ്രിവിലേജാണ്, അല്ലെ, നമ്മുടെ അവകാശമാണ്, നമ്മുടെ പ്രിയപ്പെട്ടതാണ്, നമ്മുടെ കുടുംബാംഗമാണ്. അങ്ങനെ കുടുംബാംഗമായൊരു വിശുദ്ധൻ നമ്മുടെ കൂടെയുള്ളത് ഇത്രയും അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഈ പൗരോഹിത്യ ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കണം. തീർച്ചയായിട്ടും അതിന് ആർമണ്ടച്ചൻ ഒത്തിരിയേറെ പ്രചോദനമാണ് എനിക്ക്. ആർമണ്ടച്ചൻ്റെ തൃത്വദർശനം എനിക്ക് ഒത്തിരി പറയാൻ ഇഷ്ടമാണ്. പല പ്രസംഗങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ തൃത്വദർശനം പിതാവായ ദൈവവും യേശു സഹോദരനായിട്ടും പരിശുദ്ധാത്മാവ് കൂട്ടുകാരനുമായിട്ടുമുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള സഭയുടെ ദർശനം തന്നെയാണ്. പക്ഷെ അച്ഛൻ അതാണ് ഏറ്റവും കൂടുതലായിട്ട് മറ്റുള്ളവരോട് പറയുന്നത്. അങ്ങനെ പ്രത്യേക ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനും ആ പ്രത്യേക ദർശനം ജീവിക്കാനും അത് പ്രാർത്ഥിക്കാനും മറ്റുള്ളവരോട് പറയുവാനും അച്ഛനെ പോലെയൊക്കെ കൂടുതൽ കുടുംബങ്ങളൊക്കെ സന്ദർശിക്കുവാനൊക്കെ എനിക്ക് ഒത്തിരി തീക്ഷ്ണത തരുന്നത്, പ്രചോദനം തരുന്നത് പ്രിയ ആർമണ്ടച്ചനാണ്. തീർച്ചയായിട്ടും ഇന്ന് ആർമണ്ടച്ചൻ്റെ ദേവദാസ പദവിയിൽ നമ്മളിവിടെ ആയിരുന്നുകൊണ്ട് കൃതജ്ഞത അർപ്പിക്കുന്ന ഈ ദിവസത്തിൽ നമുക്ക് ദൈവത്തിന് ഒന്നുചേർന്ന് നന്ദി പറയാം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ സമർപ്പിത ജീവിതങ്ങളൊക്കെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് അച്ഛൻ പ്രചോദനമാകട്ടെ. അച്ഛൻ്റെ മാധ്യസ്ഥം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു. ആർമണ്ടച്ചൻ്റെ മധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് തേടാം. നമ്മുടെ കുടുംബങ്ങൾ സുനിചേട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഈ വിശുദ്ധി നിലനിൽക്കുന്നത് കൂട്ടായ്മയിലാണ്. കൂട്ടായ്മ ഉള്ളപ്പോഴാണ് നമുക്ക് വിശുദ്ധിയുള്ളത്. കാരണം നമ്മൾ കൂട്ടായ്മ ഇല്ലാതെ ഓരോരുത്തർ വ്യക്തികളായിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ വിശുദ്ധിയില്ല. നമ്മൾ കൂട്ടായ്മയിലേക്ക് വരുന്നു. ഇത്രയും പന്തൽ, ഇത്ര കാര്യങ്ങളൊക്കെ ഒരുക്കിയത് എല്ലാവരും അവരവരുടെ സമയങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ സാമ്പത്തികമൊന്നും നോക്കാതെ എല്ലാവരും ഒരുമിച്ച് വന്നു. അവരുടെ കാരണമുണ്ട്. അപ്പോൾ ആ സ്നേഹമാണ് നമ്മൾ ഒരുമിച്ചത്. ആർമണ്ടച്ചൻ്റെ ഒരു കാര്യം നമ്മുടെ സ്നേഹത്തിൽ ഒരുമിച്ച്. അപ്പോൾ എത്ര നാൾ നമ്മൾ കൂട്ടായ്മയുണ്ടോ അത്ര നാൾ നമുക്ക് ഈ കുടുംബത്തിൻ്റെ വിശുദ്ധി നമുക്കുണ്ടാവും. അപ്പോഴേക്കും ഇതൊരു തുടക്കമാകട്ടെ. നേരത്തെ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ അത് വീണ്ടും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാകട്ടെ. അത് വിശുദ്ധിയിൽ നമ്മളെ നിലനിർത്തട്ടെ. അതിന് ആർമണ്ടച്ചൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകം ചോദിക്കാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.